There are 5 psychological stages that dying person pass through. These are denial, anger, bargaining, depression, and acceptance. In all these stages, the nurses need to be truthful but prudent in all their dealings with the patient. Maintain a genuine, honest attitude of interest. Be warm, supportive, and understanding. The patient may ask many questions and may want to clarify many of his doubts. Let the patient tell you what he knows about his condition. Try to use his own words when talking to him. No one really knows what the future holds, and miraculous recoveries have been known. The psychological needs of the dying person can be summarized as follows: relief from loneliness, fear, and depression, maintenance of security, self confidence, and dignity, maintenance of hope, and meeting the spiritual needs according to his religious customs. Remember, the dear and near ones of the patient also pass through 5 stages as the patient is nearing death. The nurse's attitude towards the relatives should be sympathetical, considerable, and meaningful. The nurse may see that they have a place to take rest and to have their meals. There is no substitute for the presence of family at the bedside of dying person. The relative should be given enough time to be with the dying person. The dying person may be shifted to a private room so that the other patients may not be disturbed by the unpleasant sight, the cries, and other disturbance. ഞാൻ ഭാവന ജെഡിപി ഇസ്ലാം ബി എച്ച് എസ് എസ് സെക്കൻഡ് ഇയർ BNPC സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള കെയർ ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത് എന്ന പ്രൊസീജിയർ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഫസ്റ്റ് ഞാൻ ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞ് വന്നതാണ്. ഇതിൽ 3 പ്രിപ്പറേഷൻസ് ഉണ്ട്: സെൽഫ് പ്രിപ്പറേഷൻ, ആർട്ടിക്കിൾ പ്രിപ്പറേഷൻ, ബോഡി ഓർ പേഷ്യന്റ് പ്രിപ്പറേഷൻ. അപ്പോൾ അതിൽ സെൽഫ് പ്രിപ്പറേഷനിൽ ഞാൻ ഇപ്പം മെന്റലി പ്രിപ്പയർഡ് ആണ്. അടുത്തത് ആർട്ടിക്കിൾ പ്രിപ്പറേഷൻ ആണ്. ഞാൻ ഇപ്പം ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞതാണ്. ഇപ്പം എന്തൊക്കെ ആർട്ടിക്കിൾസ് ആണ് ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആർട്ടറി ഫോഴ്സെപ്സ്, കിഡ്നി ട്രേ, മാക്കിൻതോഷ്, കോട്ടൺ, ഡിസ്പോസിബിൾ സിറിഞ്ച്, പ്ലാസ്റ്റിക് ബാഗ് പേഷ്യന്റ് സോൾഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ മാറ്റാനുള്ളതാണ്. അടുത്തത് വാല്യുബിൾ വെസൽ, ഇത് പേഷ്യന്റിന്റെ വാല്യുബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ മാറ്റി വെക്കാനുള്ളതാണ്. അടുത്തത് ബാൻഡേജ്, ഡിസ്പോസിബിൾ ഗ്ലൗസ്, ഡ്രോ ഷീറ്റ്, ഗൗൺ, പിന്നെ പേഷ്യന്റിനെ ബാത്ത് ചെയ്യാനുള്ള വെള്ളം, സോപ്പ്, ടവൽ. അടുത്തത് മോർച്ചറി കാർഡാണ്. മോർച്ചറി കാർഡിലെ നെയിം ഓഫ് പേഷ്യന്റ്, IP നമ്പർ, ഏജ്, സെക്സ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ടൈം, ഡയഗ്നോസിസ്, അഡ്രസ്, ഡേറ്റ് ഓഫ് ഡെത്ത്, ഡോക്ടർ ഇൻ ചാർജ്, നഴ്സസ് ഇൻ ചാർജ്. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ഗൗൺ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ബാക്കിൽ അഡ്രസ് ചെയ്തത്. ഇനി നമുക്ക് പ്രൊസീജിയറിലേക്ക് എടുക്കാം. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബോൾ പെൻ യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ. പിന്നെ ഇത് ടാഗ് ഹാങ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് വേണം ഹാങ് ചെയ്യാൻ. അപ്പം ഈ പേഷ്യന്റ് ഡെത്ത് ആയതാണ് ഡോക്ടർ കൺഫേം ചെയ്തതാണ്. ഡോക്ടറാണ് ഒരു പേഷ്യന്റ് ഡെത്ത് ആണെന്ന് കൺഫേം ചെയ്യേണ്ടത്. ഫസ്റ്റ് പേഷ്യന്റ് നമ്മൾ പ്രൈവസി കൊടുക്കണം. ഈ ബോഡി ഫുള്ള് പ്രൈവസി കൊടുത്തിട്ട് വേണം കിടത്താൻ. പിന്നെ അടുത്തത് റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ട് അലോ ചെയ്യണം. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ടാവും, അതിന് നമ്മൾ അലോ ചെയ്യണം. പിന്നെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഐസൊലേഷൻ. എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് ഡെത്ത് ആയ പേഷ്യന്റ് ആണെങ്കിൽ ഐസൊലേഷൻ നോക്കണം. കാരണം നമ്മൾ സെൽഫായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇടണം. പിന്നെ ഇത് വെറ്റ് കോട്ടൺ ബോൾസ് ആണ്. ഇത് പേഷ്യന്റിന്റെ കണ്ണ് അടച്ചു കഴിഞ്ഞിട്ട് ലിഡിന്റെ മുകളിലാണ് നമ്മൾ ഈ വെറ്റ് കോട്ടൺ ബോൾസ് വെക്കുന്നത്. കണ്ണ് അടഞ്ഞു തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പേഷ്യന്റിന്റെ വാല്യുബിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ അഴിച്ചിട്ട് നമുക്ക് ഈ വാല്യുബിൾ വെസലിലേക്ക് വെക്കണം. എന്നിട്ടിത് റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ളതാണ്. പിന്നെ ട്യൂബിങ്സ്, ബോഡിയിലുള്ള ട്യൂബിങ്സ് ഒക്കെ റിമൂവ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ആസ്പിറേറ്റ് ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ ഈ ഡെത്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിങ്ക്റ്റേഴ്സ് ഒക്കെ ലൂസ് ആവും. അപ്പം അത് പിന്നെയും പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏത് ട്യൂബിങ്സ് ആണെങ്കിലും, എക്സാമ്പിൾ ഗ്ലൂക്കോസ് ആണെങ്കിലും, റൈസ് ട്യൂബ്, കത്തീറ്റർ, അതൊക്കെ ആണെങ്കിലും ഈ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ആസ്പിറേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക്
ഐസ് ക്യൂബ് റിമൂവ് ചെയ്യാം. നമുക്ക് ആസ്പിറേറ്റ് ചെയ്യണം. അടുത്തത് കത്തീറ്റാണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. പേഷ്യന്റിന് ബാത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടവൽ എടുക്കുക, വിറ്റഡ് കോർണർ ഫോം ചെയ്യണം. ഇനി വെള്ളത്തിൽ സ്ക്വീസ് ചെയ്യാം. ആദ്യം പേഷ്യന്റിന്റെ ഫേസ് ആണ്. ഇതുപോലെ നെക്ക്, ഡിസ്റ്റൽ ഹാൻഡ്, നിയർ ഹാൻഡ്, ചെസ്റ്റ്, അബ്ഡോമൻ, ബാക്ക്, ഡിസ്റ്റൽ ലെഗ്, നിയർ ലെഗ്, പ്രൈവറ്റ് ഏരിയ. ഇങ്ങനെയാണ് നമ്മൾ ബാത്ത് കൊടുക്കേണ്ടത്. ഈ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അൺകോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ ഈ ഡെഞ്ചേഴ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പേഷ്യന്റിന്റെ ഡെഞ്ചർ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് തിരിച്ച് റീപ്ലേസ് ചെയ്യണം. കാരണം ആ സ്ട്രക്ചർ, ഫേസിന്റെ സ്ട്രക്ചറൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം പേഷ്യന്റിനെ തിരിച്ച് ഡെഞ്ചേഴ്സ് റീപ്ലേസ് ചെയ്യാം. അടുത്തത് പേഷ്യന്റിന്റെ ക്ലോത്ത് ചേഞ്ച് ചെയ്യാനാണ്. പേഷ്യന്റിന്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഗൗൺ യൂസ് ചെയ്യാം. ഗൗണ് ഇട്ട് കഴിഞ്ഞു. അടുത്തത് ഹെയർ കോംബ് ചെയ്യണം. അടുത്ത നമ്മളൊരു ബാൻഡേജിന്റെ പീസാണ് എടുക്കുന്നത്. മോഡിഫൈഡ് ബാറ്റൻസ് ബാൻഡേജ്. അത് വായ മൗത്ത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് 2 ഇയർ പീസ് കട്ട് ചെയ്യണം. കാരണം കെട്ടുന്ന സമയത്ത് ഇയർ കൂട്ടി കെട്ടാൻ പാടില്ല. പേഷ്യന്റിന്റെ എല്ലാ ഓറിഫൈസും നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പം ആദ്യം അബ്സോർബൻ കോട്ടൺ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുക, രണ്ടാമത് നോൺ അബ്സോർബൻ. അപ്പം ആദ്യം ഒരു കോട്ടൺ ബോൾ എടുക്കുക.
കോട്ടൺ വെക്കുമ്പോൾ പുറമേത്ത് കാണാത്ത രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ റോഡ് ആക്സിഡന്റ് കേസിലൊക്കെ ആണെങ്കിൽ CSF ലീക്കേജ് ഉണ്ടാവും. ആ കേസിൽ മാത്രം ഇയറിൽ പ്ലഗ് ചെയ്താൽ മതി. ഇനി അടുത്തത് ഹാൻഡ്സ് ടൈ ചെയ്യണം. ഞാൻ ഇതേപോലെ ബാൻഡേജ് ഒരു പീസ് എടുത്തിട്ടുണ്ട്. പേഷ്യന്റെ കൈ താഴോട്ട് വീണു പോകാൻ വേണ്ടിയിട്ടാണ് ഈ തമ്പ് രണ്ടും കൂട്ടിക്കെട്ടുന്നത്. ഇതുപോലെയാണ് കെട്ടേണ്ടത്. കാലാണെങ്കിൽ ബിഗ് ടോസ് തമ്മിൽ ടൈ ചെയ്യണം. പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ട മോസ്റ്ററി ടാഗാണ് ഇത്. ഇവിടെ ഹാങ് ചെയ്യണം. Now body is ready for handover. ഇപ്പം ബോഡി കെയർ കഴിഞ്ഞു. ഇപ്പോൾ ഹാൻഡ് വാഷ് ചെയ്തു, പിന്നെ ആർട്ടിക്കിൾസ് റീപ്ലേസ് ചെയ്തു. അടുത്ത നമുക്ക് ഡോക്യുമെന്റേഷനിലേക്ക് പോവാം. അപ്പോൾ അതിൽ നമ്മൾ പേഷ്യന്റ് ഡെത്ത് ആയി എന്നുള്ളത് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ പേഷ്യന്റിന്റെ പേര്, IP നമ്പർ, എല്ലാം ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ട് നഴ്സസ് നോട്ട്സിൽ ഐഡന്റിഫിക്കേഷൻ ആണ് അടുത്ത് നടത്തേണ്ടത്. പിന്നെ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തു എന്നുള്ളത് എഴുതണം. പിന്നെ ഡോക്ടർ എന്താണ് നമ്മുടെ ഡേറ്റും ടൈമും എഴുതുന്നത് ഡോക്ടർ എഴുതി അതേ ടൈം ആയിരിക്കണം. പിന്നെ ഏത് ഡോക്ടറാണ് ഡെത്ത് സർട്ടിഫൈ ചെയ്തതെന്നും കൂടെ എഴുതണം. പിന്നെ ഇതിപ്പം എന്തെങ്കിലും ട്രാഫിക് ആക്സിഡന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോർമൽ ഡെത്ത് അല്ലെങ്കിൽ നമ്മൾ ലീഗലി അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിന് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ ബോഡിയിലുള്ള ഇപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിൽ ആ വേറെ ഡോക്യുമെന്റേഷനിൽ അവരുടെ സൈൻ റിലേറ്റീവ്സ് ആണോ എന്ന് ആദ്യം കൺഫേം ചെയ്യണം. എന്നിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവരുടെ സിഗ്നേച്ചറും വാങ്ങണം. അപ്പോൾ റിലേറ്റീവ്സ് ഇവിടെ നിന്ന് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ റെക്കോർഡിൽ അവരുടെ സിഗ്നേച്ചർ വാങ്ങണം. പിന്നെ മോർച്ചറിയിലേക്കാണ് മാറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നഴ്സസ് റെക്കോർഡിൽ നോട്ട് ചെയ്താൽ മതി. ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് കളക്ട് ചെയ്യേണ്ടത്, എവിടുന്നാണ് എന്നാണ് വാങ്ങേണ്ടത് എന്നൊക്കെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ നമ്മൾ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യിക്കണം. ഇതോടുകൂടി കെയർ ഓഫ് ഡെത്ത് ഇവിടെ കഴിഞ്ഞു.